ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെഹ്റീൻസ് വ്ളോഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫ്ലവർ പോട്ടാണ്. ഈ ഫ്ലവർ പോട്ടിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ കാർഡ്ബോർഡാണ്. അപ്പം ഞാൻ 4 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ള കാർഡ്ബോർഡ് പീസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ കാർഡ്ബോർഡ് പീസെല്ലാം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ 4 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 2 എണ്ണം യോജിപ്പിച്ച് വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇതിലേക്ക് ശരിക്കും യഥാർത്ഥത്തിൽ മാസ്കിൻ ടാപ്പ് ആയിരുന്നു നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ മാസ്കിൻ ടാപ്പ് അവൈലബിൾ അല്ലാത്തതിനോടാണ് ഞാൻ സെലോ ടാപ്പ് കൊണ്ട് ഒട്ടിക്കുന്നത്. ഇപ്പം എൻ്റെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം ഇതിൽ നോക്കിയിട്ട് റിപ്പീറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇപ്പം നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിനെ ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ ഫെവിക്കോളും 2 സ്പൂൺ വാട്ടറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫെവിക്കോളിലേക്ക് നമ്മൾ ആ പേപ്പർ പീസ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അത് ഫുള്ളായിട്ട് കവർ ചെയ്യണേ. ഇപ്പം നമ്മുടെ ഈ ഫ്ലവർ പോട്ടിൻ്റെ എല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ പേപ്പർ പീസൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അടിവശം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി വന്ന ഫെവിക്കോളിലേക്ക് നമ്മുടെ പേപ്പർ പീസൊക്കെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിക്കണേ. ഇപ്പം നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിനൊന്ന് പെയിൻറ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാബ്രിക് പെയിൻറ് എടുക്കാം, ഏത് കളറും വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞാൻ ഇതിന്മേലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ കൂടെ സഹായിക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിന്മേൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വേണമല്ലോ. അപ്പം ഞാനൊരു ടൂത്ത് പിക്കും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ തെർമാക്കോളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ബോൾസ് ഒക്കെ ഉണ്ടല്ലോ, അതും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡ്സ് എടുക്കാം കേട്ടോ. ഞാൻ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ടൂത്ത് പിക്കിൻ്റെ അതിനോണ്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യണേ. പോയിൻ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വൈറ്റ് എടുക്കുക.
ഇതിലേക്ക് കുറച്ച് യെല്ലോ ആഡ് ചെയ്യുക, കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതിയേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ യെല്ലോൻ്റെ ചുറ്റോടും ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ പോയിൻ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ബാക്കി വന്ന യെല്ലോയിലേക്ക് കുറച്ചും കൂടി യെല്ലോ ആഡ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ആ പോയിൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബാക്കി വന്ന യെല്ലോയിലേക്ക് കുറച്ച് റെഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ഓറഞ്ച് കളറൊക്കെ ആവുമല്ലോ, ആ ഒരു ഇതിലെത്തുമ്പോൾ നമ്മൾ ഒന്നും കൂടി നേരത്തെ റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി ചെയ്തെടുക്കണം. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി റെഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ നോർമൽ റെഡ് എടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ മേൽവശം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. ഇനിയും ഞാൻ നല്ല നല്ല കൊച്ചു വീഡിയോസ് ചെയ്യും. അതുവരേക്കും ബൈ.